എല്ലാ തലത്തിലും ഭാരതം അമേരിക്ക ബന്ധം കൂടുതൽ സുദൃഢമാക്കുന്നതായിരുന്നു മോദിയുടെ അമേരിക്കൻ സന്ദർശനം. മോദി ട്രംപ് ആത്മബന്ധത്തിന്റെ ആഴം വ്യക്തമാക്കുന്ന കൂടിക്കാഴ്ച. സുപ്രധാന മേഖലകളിൽ ചർച്ച നടത്തിയ ഇരു നേതാക്കളും രാജ്യങ്ങളുടെ പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്ന് പ്രഖ്യാപിച്ചു. ട്രംപ് രണ്ടാമതും അധികാരമേറ്റ് 4ാം ആഴ്ചയിലാണ് മോദി US-ലെത്തിയത്. ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം വൈറ്റ് ഹൗസിൽ അദ്ദേഹത്തെ കാണുന്ന 4ാമത്തെ ലോക നേതാവായി മാറി മോദി. വാഷിംഗ്ടൺ ആൻഡ്രൂസ് വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്. US സർക്കാരിന്റെ ഔദ്യോഗിക അതിഥി മന്ദിരമായ ബ്ലെയർ ഹൗസിന് മുന്നിൽ മോദിയെ കാണാൻ ആവേശത്തോടെയാണ് അമേരിക്കയിൽ കഴിയുന്ന ഇന്ത്യക്കാർ എത്തിയത്. തുടർന്ന് ഇന്ത്യൻ വംശജയായ അമേരിക്കൻ നാഷണൽ ഇന്റലിജൻസ് മേധാവി തുൾസി ഗബാർഡുമായി കൂടിക്കാഴ്ചയും നടത്തി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം US-ലെത്തിയത്. ലോകം അത്ഭുതത്തോടെയും ചിലർ ആശങ്കയോടെയും നോക്കിക്കാണുന്ന മോദി ട്രംപ് ആത്മബന്ധത്തിന്റെ ആഴം കൂടുതൽ വ്യക്തമാകുന്നതായിരുന്നു ഈ സന്ദർശനം. അതിഥി പുസ്തകത്തിൽ നോട്ട് കുറിക്കുന്ന വേളയിൽ മോദിക്കിരിക്കാൻ കസേര വലിച്ചിട്ട് കൊടുക്കുന്ന ട്രംപ്, തന്റെ നിലപാടുകൾക്കായി ആരുടെയും മുന്നിൽ നെഞ്ചി വിരിച്ചു നിൽക്കുന്ന, വേണ്ടി വന്നാൽ ഭീഷണി സ്വരത്തിൽ പോലും സംസാരിക്കുന്ന ട്രംപ് മോദിക്കരികിൽ നിൽക്കുമ്പോഴുള്ള മാറ്റമാണ് അവിടെ കാണാനായത്. മോദിക്ക് സ്നേഹപൂർവ്വം ഒരു ഫോട്ടോ പുസ്തകവും ട്രംപ് സമ്മാനിച്ചു. അവർ ജേണി ടുഗദർ എന്ന് പേരിട്ടിരിക്കുന്ന പുസ്തകത്തിൽ ഇരു നേതാക്കളും ഒരുമിച്ച് പങ്കെടുത്ത പരിപാടികളിൽ നിന്നുള്ള ചിത്രങ്ങളാണ്. 320 പേജുകളുള്ള പുസ്തകത്തിൽ അടിക്കുറിപ്പ് സഹിതമാണ് ചിത്രങ്ങളുള്ളത്. ഹൗഡി മോദി, നമസ്തേ ട്രംപ് പരിപാടിയിൽ നിന്നുള്ള ചിത്രങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആദ്യ തവണ US പ്രസിഡന്റ് ആയിരിക്കുമ്പോഴുള്ള ഫോട്ടോകൾ മാത്രമുള്ളതാണ് ഈ പുസ്തകം. പുസ്തകത്തിന്റെ ആദ്യ പേജിൽ മിസ്റ്റർ പ്രധാനമന്ത്രി, അങ്ങ് മഹാനാണ് എന്ന സന്ദേശവും ട്രംപ് മോദിക്ക് വേണ്ടി കുറിച്ചിട്ടുണ്ട്. ട്രംപിന്റെ 2ാം വരവിനു ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അമേരിക്കയിൽ നടത്തിയ ആദ്യ കൂടിക്കാഴ്ചയെ വളരെ പ്രതീക്ഷയോടെയാണ് ഇരു രാജ്യങ്ങളും ഉറ്റുനോക്കിയത്. വിവിധ വിഷയങ്ങളിൽ നിർണായക തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. പ്രതിരോധം, വ്യാപാരം, ഊർജം, സാങ്കേതികവിദ്യ തുടങ്ങിയ സുപ്രധാന മേഖലകളിൽ ഇരു നേതാക്കളും ചർച്ച നടത്തി. $500 ബില്യൺ ഉഭയകക്ഷി വ്യാപാരത്തിന് ഇരു രാജ്യങ്ങളും തമ്മിൽ തീരുമാനമായി. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി എണ്ണ, പ്രകൃതിവാതക വ്യാപാരം ശക്തിപ്പെടുത്തുകയും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളിലേക്കുമുള്ള നിക്ഷേപം വർദ്ധിപ്പിക്കുകയും ചെയ്യും. ഇന്ത്യയും US-ഉം പുരോഗതിക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും മോദി പറഞ്ഞു. ട്രംപിന്റെ ആദ്യ കാലയളവിലേക്കാൾ കൂടുതൽ വേഗത്തിൽ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. US-ന്റെ ദേശീയ താൽപ്പര്യങ്ങൾക്കാണ് ട്രംപ് എപ്പോഴും മുൻഗണന നൽകുന്നത്. അദ്ദേഹത്തെ പോലെ താനും ഭാരതത്തിന്റെ ദേശീയ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുമെന്നും മോദി വ്യക്തമാക്കി. മോദിക്കൊപ്പം US-ൽ ട്രംപ് വാർത്താ സമ്മേളനം നടത്തിയതും ലോകശ്രദ്ധയാകർഷിച്ചു. ഇന്ത്യ-US ഉഭയകക്ഷി ബന്ധം പുത്തൻ തലത്തിലെത്തിക്കുന്ന മാഗ പ്ലസ് മിഗ ഈക്വൽസ് മെഗ എന്ന സമവാക്യവും പ്രധാനമന്ത്രി അവതരിപ്പിച്ചു. ട്രംപിന്റെയും മോദിയുടെയും പ്രചാരണ മുദ്രാവാക്യങ്ങൾ കൂട്ടിച്ചേർത്താണ് പുതിയ സമവാക്യം. അമേരിക്കയെ വീണ്ടും മഹത്തരമാക്കുകയെന്ന് അർത്ഥം വരുന്ന മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്നതിന്റെ ചുരുക്കെഴുത്താണ് മാഗ. 2047 വികസിത ഭാരതം കെട്ടിപ്പടുക്കാനുള്ള ഭാരതത്തിന്റെ പരിശ്രമത്തെ സൂചിപ്പിക്കുന്നതാണ് മിഗ. ട്രംപിന്റെ അഭിപ്രായത്തിൽ പറഞ്ഞാൽ മേക്ക് ഇന്ത്യ ഗ്രേറ്റ് അഗെയിൻ, അതാണ് മിഗ. അങ്ങനെ മാഗയും മിഗയും കൂടിച്ചേർന്ന് മെഗ ആകും. साथ मिलकर काम करते हैं यानी मागा, मागा प्लस मिगा तब बन जाता है मेगा पार्टनरशिप फॉर प्रॉस्पेरिटी. അഭിവൃദ്ധിയിലേക്കുള്ള മെഗാ പങ്കാളിത്തമെന്നാണ് മെഗാ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വ്യാപാര, സാങ്കേതികവിദ്യ, പ്രതിരോധ മേഖലകളിൽ വിപുലമായ സഹകരണം ഇന്ത്യയും അമേരിക്കയും ലക്ഷ്യമിടുന്നു. ഭാരതവും അമേരിക്കയും ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ സമൃദ്ധിയുള്ള ഒരു ലോകം സൃഷ്ടിക്കാമെന്ന് വിശ്വസിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. കുടിയേറ്റ പ്രശ്നം, വ്യാപാര പ്രതിരോധ കരാറുകൾ എന്നിവയെല്ലാം
പ്രധാന ചർച്ചയായെങ്കിലും ഇന്ത്യക്ക് F-35 യുദ്ധവിമാനം വിൽക്കുമെന്ന ട്രംപിന്റെ പ്രസ്താവന ഏറെ ശ്രദ്ധേയമാണ്. Starting this year, we'll be increasing military sales to India by many billions of dollars. We're also paving the way to ultimately provide India with the F-35 stealth fighters. പ്രതിരോധ മേഖലയിൽ നിർണായക സഹകരണത്തിനുള്ള വഴിയാണ് തെളിയുന്നത്. ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും മികച്ച അത്യാധുനിക യുദ്ധവിമാനങ്ങളിലൊന്നാണ് അമേരിക്കയുടെ F-35. F-35A, B, C എന്നിങ്ങനെ 3 വേരിയന്റുകളാണ് ഈ യുദ്ധവിമാനത്തിനുള്ളത്. അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ F-35A പരമ്പരാഗത രീതിയിലുള്ള നീളമേറിയ റൺവേയിൽ നിന്നും പറന്നുയരുന്നവയും ഇറങ്ങുന്നവയുമാണ്. $80 ദശലക്ഷം വില. രണ്ടാമത്തേത് F-35B. ദൈർഘ്യം കുറഞ്ഞ റൺവേയിൽ നിന്നും പറന്നുയരാനും കുത്തനെ ഇറങ്ങാനും ഇവയ്ക്ക് കഴിയും. $115 ദശലക്ഷം വില. F-35C ആണ് മൂന്നാമത്തേത്. അമേരിക്കൻ നാവികസേനയാണ് ഇതുപയോഗിക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും നൂതനമായ യുദ്ധവിമാനങ്ങളിലൊന്നാണ് F-35C. കാരിയർ യുദ്ധവിമാനമായ ഇവയ്ക്ക് സെൻസർ സംവിധാനത്തോടെ ശത്രുക്കളുടെ നീക്കമറിയാനും മുന്നറിയിപ്പ് നൽകാനുള്ള കഴിവടക്കം നിരവധി പ്രത്യേകതകളുണ്ട്. $110 ദശലക്ഷം വില. ഭാരതത്തിന് നിലവിലുള്ള റാഫേലിനൊപ്പം F-35 കൂടി എത്തുമ്പോൾ രാജ്യത്തിന്റെ പ്രതിരോധ മേഖല കൂടുതൽ ശക്തിപ്പെടുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കുടിയേറ്റ വിഷയത്തിലും ഇരു നേതാക്കളും ചർച്ച നടത്തി. മതിയായ രേഖകളില്ലാതെ അമേരിക്കയിൽ കഴിയുന്ന ഭാരതീയരെ തിരിച്ചുകൊണ്ടുവരുമെന്ന് പ്രധാനമന്ത്രി ട്രംപിന് ഉറപ്പു നൽകി. ലോകത്ത് ഏത് രാജ്യത്തു നിന്നും അനധികൃതമായി കഴിയുന്ന ഭാരതീയരെ തിരിച്ചുകൊണ്ടുവരാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അമേരിക്കയുടെ കാര്യത്തിലും ആ നയം കൃത്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. जहां तक भारत और अमेरिका का सवाल है, हमने हमेशा कहा है कि जो वेरीफाइड होगा, जो सच्चे अर्थ में भारत का ही नागरिक होगा, वो अगर अमेरिका में गैर कानूनी तरीके से रहता है तो उसको वापस लेने के लिए भारत तैयार है. മനുഷ്യക്കടത്ത് സംഘങ്ങളാണ് നിയമവിരുദ്ധമായി സാധാരണ കുടുംബങ്ങളിലെ കുട്ടികളെ അമേരിക്കയിൽ എത്തിക്കുന്നത്. വലിയ സ്വപ്നങ്ങളുമായി എത്തുന്ന കുട്ടികളെ മനുഷ്യക്കടത്തുകാർ ചൂഷണം ചെയ്യുന്നു. മനുഷ്യക്കടത്ത് പ്രതിരോധിക്കുന്നതിന് അമേരിക്കയുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്നും മോദി പറഞ്ഞു. अन्य परिवारों के बच्चे होते हैं, उनको बड़े बड़े सपने दिखाए जाते हैं और उनको ज्यादातर ऐसे होते हैं उनको गुमराह करके लाया जाता है. और इसलिए ये ह्यूमन ट्रैफिकिंग में जुड़े हुए पूरे इकोसिस्टम पर हमने वार करना चाहिए. और अमेरिका और भारत मिलकर के हमारी कोशिश है. മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ റാണയെ ഇന്ത്യക്ക് കൈമാറുമെന്നും ട്രംപ് വ്യക്തമാക്കി. വൈറ്റ് ഹൌസിൽ നടന്ന ഉഭയകക്ഷി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള സംയുക്ത പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ലോകത്തിലെ ഏറ്റവും ദുഷ്ടരായ ആളുകളിൽ ഒരാളെന്നാണ് റാണയെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഭാരതത്തിൽ നീതി നേരിടുന്നതിനായി അയാളെ കൈമാറാൻ എന്റെ ഭരണകൂടം അംഗീകാരം നൽകിയിട്ടുണ്ടെന്ന് അറിയിക്കുന്നതിൽ തനിക്ക് സന്തോഷമുണ്ട്. അയാൾ നീതി നേരിടാൻ ഇന്ത്യയിലേക്ക് മടങ്ങുകയാണെന്നും ട്രംപ് പറഞ്ഞു. Today I'm pleased to announce that my administration has approved the extradition of one of the plotters and one of the very evil people of the world, and having to do with the horrific 2008 Mumbai terrorist attack, to face justice in India. So he's going to be going back to India to face justice. അമേരിക്കയുടെ തീരുമാനത്തിൽ മോദി നന്ദി അറിയിക്കുകയും ചെയ്തു. രണ്ട് രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്ന കുറ്റവാളി കൈമാറ്റ ഉടമ്പടി പ്രകാരമാണ് റാണയെ കൈമാറുന്നത്. 2008 മുംബൈ ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിലവിൽ ലോസ് ഏഞ്ചൽസ് ജയിലിൽ കഴിയുകയാണ് റാണ. പാക് വംശജനായ കനേഡിയൻ പൗരൻ. ആക്രമണങ്ങളിലെ പ്രധാന വ്യക്തിയായ പാക് അമേരിക്കൻ ഭീകരൻ ഡേവിഡ് കോൾമൻ ഹെഡ്ലിയുമായി ബന്ധമുണ്ടെന്നാണ് സംശയം. ആക്രമണം നടത്താൻ ഹെഡ്ലിയെയും പാകിസ്ഥാനിലെ മറ്റുള്ളവരെയും ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയെ സഹായിച്ചതായി ഇയാൾക്കെതിരെ ആരോപണമുണ്ട്. മുംബൈ ഭീകരാക്രമണ കേസിന്റെ വിചാരണയ്ക്കായി തന്നെ ഇന്ത്യക്ക് കൈമാറരുതെന്നാവശ്യപ്പെട്ട് റാണ അമേരിക്കൻ കോടതികളിൽ ഹർജി നൽകിയിരുന്നു. എന്നാൽ ഈ ആവശ്യം കീഴ്ക്കോടതികളും ഏറ്റവും ഒടുവിൽ സുപ്രീം കോടതിയും അംഗീകരിച്ചില്ല. സുപ്രീം കോടതി ഹർജി തള്ളിയതോടെയാണ് കൊടുംകുറ്റവാളിയെ കൈമാറുന്നതിനുള്ള വഴിയൊരുങ്ങിയത്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് ഇലോൺ മസ്കുമായും മോദി കൂടിക്കാഴ്ച നടത്തി. വാഷിംഗ്ടണിലെ ബ്ലെയർ ഹൌസിലായിരുന്നു കൂടിക്കാഴ്ച. US സർക്കാർ ഏജൻസി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലവനാണ് നിലവിൽ മസ്ക്. 4 വയസ്സുകാരനായ മകൻ എക്സ് ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങളുമായാണ് മസ്ക് മോദിയെ കാണാൻ ബ്ലെയർ ഹൌസിലെത്തിയത്.